സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഇന്നിപ്പോൾ ചർച്ച ചെയ്യുന്നൊരു വിഷയം, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ചർച്ച ചെയ്യുന്നൊരു വിഷയം ഉണ്ണിമുകുന്ദൻ്റെ കേസാണ്. ഉണ്ണിമുകുന്ദൻ വിപിൻ കുമാർ, മാനേജറായിട്ടുള്ള വിപിൻ കുമാറിനെ മർദ്ദിച്ചുവെന്നും പിന്നീട് വിപിൻ കുമാറിൻ്റെ കണ്ണട ചവിട്ടി പൊട്ടിച്ചുവെന്നും അതിന് പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ ഈ നരിവേട്ട എന്ന് പറയുന്ന, അതായത് ടൊവിനോയുടെ ചിത്രമായിട്ടുള്ള നരിവേട്ടയെ താൻ പ്രൊമോട്ട് ചെയ്തതിൻ്റെ ദേഷ്യത്തിലാണ് ഉണ്ണിമുകുന്ദൻ ചവിട്ടിയതെന്നും അടിച്ചതെന്നുമൊക്കെയാണ് വിപിൻ കുമാറിൻ്റെ ഭാഷ്യം. അപ്പോൾ ഈ വിപിൻ കുമാറിൻ്റെ പ്രസ്താവനകൾക്കും പ്രതികരണങ്ങൾക്കും എല്ലാം പിന്നാലെ ഉണ്ണിമുകുന്ദൻ വിശദീകരണവുമായി രംഗത്തെത്തി. ഉണ്ണിമുകുന്ദൻ പറഞ്ഞത് DGPക്ക് കേസ് കൊടുക്കാൻ പോവുകയാണെന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീട് ഉണ്ണിമുകുന്ദൻ ഒരു കാര്യം കൂടി പറഞ്ഞു, തല്ലി എന്നുള്ളത് സത്യമല്ല, അത് കള്ളമായിട്ടുള്ള കാര്യമാണ്, കണ്ണട വലിച്ചെറിഞ്ഞു എന്നുള്ളത് സത്യമാണ്, അത് ഞാൻ നിഷേധിക്കുന്നില്ല എന്ന് ആദ്യം തന്നെ ഉണ്ണിമുകുന്ദൻ നിലപാട് വ്യക്തമാക്കി. പക്ഷേ അതിന് മുൻപ് തന്നെ ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തിയെ വ്യക്തിപരമായിട്ടും, അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തി അയാളുടെ ഒരു ഫീൽഡിൽ വെച്ചും അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അവഹേളിക്കുന്ന ഒരു കൂട്ടം ആളുകളെ നമ്മൾ കാണാനിടയുണ്ട്. നമുക്കറിയാം, ഉണ്ണിമുകുന്ദൻ ഏതെങ്കിലും ഒരു പടം ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നെഗറ്റീവ്ലി സംസാരിച്ചുകൊണ്ട് ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തി ഒരു സംഖ്യയാണെന്നും, അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു വ്യക്തിത്വം ഇല്ല എന്നുള്ള രീതിയിലും ചില ആളുകൾ ഇങ്ങനെ കുറച്ച് ആരോപണങ്ങൾ അടിച്ചിറക്കി വിടുന്നുണ്ട്. സ്വന്തം തന്ത ആരാണെന്ന് ചോദിച്ചാൽ കൈ ചൂണ്ടിക്കാണിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ കൈ മലർത്തി കാണിക്കുന്ന ആളുകളൊക്കെ തന്നെ ആയിരിക്കണം ഉണ്ണിമുകുന്ദൻ്റെ വിഷയത്തിൽ പ്രതികരിക്കാൻ വരുന്നത് എന്നുള്ളത് വേറൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ വിപിൻ കുമാർ എന്ന് പറയുന്നവൻ ഉണ്ണിമുകുന്ദൻ്റെ PR മാനേജറാണ്, PA അല്ല. അപ്പോൾ PR മാനേജർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ആർക്ക് വേണ്ടിയിട്ടും വർക്ക് എടുക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് ടോയ്ലറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ആർക്ക് വേണമെങ്കിലും കയറി യൂസ് ചെയ്തിട്ട് പോകാം എന്ന് പറയുന്ന പോലെ ഒരാൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി ഉണ്ണിമുകുന്ദനെ അതേപോലെ ടൊവിനോയും വെച്ചിട്ട് കമ്പയർ ചെയ്ത് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ്റെ ടൊവിനോയുടെ ഈ സിനിമ താൻ പ്രൊമോട്ട് ചെയ്ത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഉണ്ണിമുകുന്ദൻ ഇങ്ങനെ അടിച്ചതെന്നുള്ളൊരു കഥയും കൂടെ അങ്ങ് ഇറക്കി. അല്ലാതെ ചുമ്മാ ഒരു കഥ ഇറക്കി കഴിഞ്ഞാൽ ഉണ്ണിമുകുന്ദൻ വലിയ രീതിയിലൊന്നും എഫക്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് ഈ ഒരു സമൂഹത്തിൽ സിനിമാ രംഗത്ത് ഒരുപാട് കത്തിക്കയറി നിൽക്കുന്ന ആളുകളിൽ ഒരാളാണ് ഈ പറയുന്ന ടൊവിനോ, അതേപോലെ തന്നെ ഉണ്ണിമുകുന്ദനും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാക്കുക, ഒരു ഈഗോ ക്ലാഷ്, അല്ലെങ്കിൽ ഈ പറയുന്ന സിനിമാ രംഗത്ത് ആ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു വല്ലാത്തൊരു ക്ലാഷ് ഉണ്ടാക്കുക, അതിൽ കൂടി ഒരു പേരുണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദനെ അങ്ങ് അടിച്ചമർത്തുക എന്നുള്ള ചില ആളുകളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് വിപിൻ കുമാർ ഒരു ഇടനിലക്കാരനായിട്ട് വർക്ക് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ PR വർക്ക് ചെയ്യുന്നു. ശരിക്കും PR വർക്കാണ് ഇവൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിലും അവൻ ഇവിടെയും ചെയ്തത് PR വർക്ക് തന്നെയാണ്. മറ്റാർക്കോ വേണ്ടിയിട്ട് ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തിയെ മോശമായിട്ട് അവഹേളിക്കുന്ന രീതിയിലുള്ള പരിപാടികളൊക്കെ ചെയ്തു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതിനുശേഷം ഉണ്ണിമുകുന്ദൻ്റെ വിശദീകരണം ഒന്നും നമ്മൾ ലൈവായിട്ട് എങ്ങും കണ്ടില്ല, ഉണ്ണിമുകുന്ദൻ്റെ പ്രതികരണങ്ങൾ കണ്ടില്ല. ഉണ്ണിമുകുന്ദൻ കേസുമായിട്ട് പോകുന്നു എന്നുള്ളൊരു ന്യൂസ് മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. അത് കുറച്ച് ഉണ്ണിമുകുന്ദൻ്റെ പോസ്റ്റുകളിലൊക്കെ ഉള്ളതാണ് കണ്ടത്. ഉണ്ണിമുകുന്ദൻ മാധ്യമങ്ങൾക്ക് മുൻപിലായിട്ട് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരാളുണ്ട്, ഹൈദരാലി. ശരിക്കും പറഞ്ഞാൽ ഒരു സാമൂഹിക പ്രശ്നം എന്ന് വേണമെങ്കിൽ ഇവരെ പറയണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരാളുടെ ഒരു പ്രൈവസിയിലേക്ക് നുഴഞ്ഞു കയറുക, അല്ലെങ്കിൽ അവർ കംഫർട്ടബിൾ അല്ലാത്ത സമയത്ത് പോയിട്ട് അവരുടെ ചോദ്യങ്ങൾ ചോദിച്ച് അവരെ വല്ലാതാക്കുക എന്നുള്ള രീതിയിലൊക്കെ പരിപാടി ചെയ്യുന്നൊരു വ്യക്തിയാണ്. ലാലേട്ടനൊക്കെ ഊക്കി വിട്ടൊരു വ്യക്തിയാണ് ഹൈദരാലി. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഈ ഒരു വലിയൊരു ഗവേഷണം അങ്ങ് നടത്തി. ഉണ്ണിമുകുന്ദൻ്റെ ഈ പ്രശ്നങ്ങൾക്ക് ശേഷം ടെലിഫോൺ സംഭാഷണം നമ്മൾ കണ്ടു. അതായത് ഉണ്ണിമുകുന്ദൻ തല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് CCTV ദൃശ്യങ്ങളിലൊന്നുമില്ല എന്നുള്ളൊരു കേസ്, അല്ലെങ്കിൽ ഒരു ന്യൂസ് വന്നപ്പോൾ ഉടനെ ഹൈദരാലി അങ്ങ് CID ആയിട്ട് ചെയ്തതെന്ന് പറയുന്നത് ഒരു പോലീസുകാരനാണെന്നുള്ള വ്യാജേനയാണോ, അത് പോലീസുകാരാണോ അറിയില്ല, ഒരാളെ വിളിച്ചിട്ട് അതായത് ഉണ്ണിമുകുന്ദൻ ഇങ്ങനെ തല്ലി എന്നുള്ളത് സത്യമാണോ, അതിന് ദൃശ്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് ദൃശ്യങ്ങളുണ്ട്, അത് വ്യാജമാണെന്ന് ആരാ പറഞ്ഞത്, അത് 24 ന്യൂസ് ഒരു വ്യാജ വാർത്ത ഇട്ടതാണ്, അങ്ങനെയൊന്നും അല്ല, ഉണ്ണിമുകുന്ദൻ തല്ലിയതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ റെക്കോർഡിംഗ് കിട്ടി, അത് ഹൈദരാലി എടുത്തങ്ങ് പോസ്റ്റ് ചെയ്തു. അപ്പോൾ അതിനുള്ള മറുപടിയും ഉണ്ണിമുകുന്ദൻ അവിടെ കൊടുക്കുന്നുണ്ട്. ഒരു വ്യക്തിയെ അയാൾ സ്വന്തമായിട്ട് അയാളുടെ കരിയറിൽ അയാൾ എവിടെയെങ്കിലും എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ, അതിനു വേണ്ടിയിട്ട് എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് പോകുമ്പോൾ ആ വ്യക്തിയെ പിന്നിൽ നിന്നും വലിച്ചിടാനായിട്ട് ശ്രമിക്കുന്ന ചില ആളുകളുടെ ഒരു ഇന്റൻഷനാണ് നമ്മൾ ഉണ്ണിമുകുന്ദൻ്റെ വിഷയത്തിൽ കാണുന്നത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഉണ്ണിമുകുന്ദൻ എന്ത് ചെയ്താലും അതിലെല്ലാം നെഗറ്റീവ് കമൻറ്റാണ്. അയാളൊരു സിനിമ ചെയ്താലും നെഗറ്റീവാണ്. മാർക്കോയ്ക്ക് പോലും ഡീഗ്രേഡ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റുകൾ ഇട്ടിട്ടുള്ള ഒരുപാട് പേരെ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമയ്ക്കോ, ആ സിനിമയെ മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഒരു വ്യക്തി അയാളുടെ ഒരു പേഴ്സണൽ ലൈഫിലും അയാളെ മോശമാക്കി കരിവാരി തേക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് സോഷ്യൽ മീഡിയയിലും അല്ലാതെയും എല്ലായിടത്തും ഉണ്ട്. ഉണ്ണിമുകുന്ദൻ എന്തെങ്കിലും ചെയ്താലോ ചെയ്തില്ലെങ്കിലോ അതിനെ അവർ വരുത്തി തീർക്കും അങ്ങനെയാണെന്നുള്ളത്. എന്തിനാണ് ഉണ്ണിമുകുന്ദനോട് ഇത്ര ദേഷ്യം? അയാൾ തന്നെ പറയുന്നുണ്ട്, അയാൾ കടമെടുത്തിട്ടാണ് പല സിനിമകളും പ്രൊഡ്യൂസ് ചെയ്ത് അയാൾ തന്നെ ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്ന് ലാഭം കിട്ടുകയോ കിട്ടിയില്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷേ അയാളുടെ ഒരു കലയോട് അതിയായ അധിനിവേശം ഉള്ളത് കൊണ്ട് തന്നെയും അയാൾ അതിനു വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്നുണ്ട്. അയാൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റിസൾട്ട്, അല്ലെങ്കിൽ അയാൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്റ്റാർഡം, അതില്ലാണ്ടാക്കാൻ എന്തിനാണ് ഇത്ര അങ്ങ് കടിയെന്നാണ് ഞാൻ ഈ ആലോചിക്കുന്നത്. ഹൈദരാലി അല്ലെങ്കിൽ ഇതുപോലൊക്കെ ഇതിന് പിന്നിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ എന്തിനാണ് ഇത്ര കടി? ഒരാളൊരു സ്വന്തമായിട്ട് അയാൾ വളർന്നു വരുമ്പോൾ എന്തിനാണ് ഇത്ര പുച്ഛം? വല്ല കഴിവുണ്ടോ നിനക്കൊക്കെ ഈ പറയുന്ന ആളുകൾക്കൊക്കെ, അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദനെ കരിവാരി തേക്കാനായിട്ട് ഈ കമൻറ്റുകൾ ഇടുന്ന കമൻറ്റോളികൾക്ക് ഒരു തേങ്ങയില്ല. ചുമ്മാ ഒരു വ്യക്തി അങ്ങ് കരിവാരി തേക്കുകയാണ്. അയാൾ ചെയ്തോ ചെയ്തേ രണ്ടാമത്തെ കാര്യം. പക്ഷേ
ഈ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്ന പോലെ. ഉണ്ണിമുകുന്ദൻ തെറ്റുകാരൻ, അവൻ്റെ സിനിമയൊന്നും കയറണ്ടേ ഇനി, അവൻ അങ്ങനെ തന്നെ പോട്ടെ. മാർക്കോ എന്ന് പറയുന്ന സിനിമ വന്നപ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ ഈ ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റ് എല്ലാം പോയതാണ്. ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തിയെ നെഗറ്റീവ് പറഞ്ഞ ആളുകളും എല്ലാം സപ്പോർട്ട് ചെയ്ത് പോസിറ്റീവായിട്ട് സംസാരിച്ചാണ്. പക്ഷേ അതിനിടയിലെല്ലാം ഉണ്ണിമുകുന്ദനെ നെഗറ്റീവ് അടുപ്പിക്കണം, അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ ഇനി ഈ ഇൻഡസ്ട്രിയിൽ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു വല്ലാത്ത കഷ്ടം. അപ്പോൾ ഉണ്ണിമുകുന്ദൻ എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് എന്നുള്ള വാർത്ത ഞാനൊന്ന് പ്ലേ ചെയ്യാം. ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേര്, എന്നെ വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരുപാട് പേര് ഈ ഇഷ്യൂ മറിച്ചിട്ട് വേറെ കൂടി കാര്യം പറയാം. ഓൾറെഡി ഒരു ഫീമെയിൽ സിനി ആർട്ടിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഓൾറെഡി എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസം മുന്നേ തന്നെ വളരെ പോപ്പുലറായ വേറെ ഫീമെയിൽ സിനി ആർട്ടിസ്റ്റ് ഫെഫ്കേലോ എവിടെയോ ഒരു കംപ്ലയിൻറ്റ് ആൾക്കാരുടെ എതിരെ ഉണ്ട്. ഇതൊരു റിപ്പീറ്റഡ് ഒഫൻസ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വന്നത് ഫേസ് വാല്യൂവിൽ ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ, ദാറ്റ് ഈസ് എൻ്റെ അടുത്ത സുഹൃത്തായ ടോയിനോടെ പേര് പറഞ്ഞിട്ട് ഞാൻ ഇയാളുടെ സിനിമയെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ച് അടിച്ചു എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഒറിജിനൽ ഇഷ്യൂന്ന് റിയാക്ഷൻ മാറ്റാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു കഥയാണ്. എൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആക്ച്വൽ ഇഷ്യൂ ആരും ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഞാൻ എന്തിനാണ് ഇയാളോട് സംസാരിക്കാൻ പോയത്, എന്താണ് എനിക്ക് ഇഷ്യൂ ഉണ്ടായത്. എനിക്ക് തോന്നുന്നു ഞാൻ ഒരാളുമായിട്ട് വഴക്കുണ്ടാക്കുന്നതിൽ ഒരു ന്യൂസ് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് ഡെഫിനറ്റ്ലി ഒരു 2 താരങ്ങൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി രസകരമായിരിക്കും. ഞാൻ മനസ്സിലാക്കിയത് ഇയാൾക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ലീഗലി ഫൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് എൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും എൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ചും എൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും ഞാൻ എന്ന വ്യക്തിയെക്കുറിച്ചും ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ഡീഫെയിം ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതുവരെ ഒരു ഇഷ്യൂ എന്താണെന്ന് പുള്ളി അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് കംപ്ലീറ്റ്ലി ഫാബ്രിക്കേറ്റഡ് ആണ്. പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ നിഷേധിക്കുന്നു. എന്നെ സംബന്ധിച്ച് നടന്ന കാര്യങ്ങൾ ഇതാണ്. ഇതൊരു വളരെ മോശപ്പെട്ട കാര്യം പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതുകൊണ്ട് അത് വിത്ത് പ്രൂഫ് പിടിക്കപ്പെട്ടു. ഇനി ഞാൻ ഈ പറയുന്ന ആൾക്കാർ ആരാണ്, ചുമ്മാ നിങ്ങളുടെ മുന്നിൽ ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ടോപ്പ് എന്താ പറയുക ഏറ്റവും പ്രോമിനൻ്റ് ആയ ഹീറോയിൻസിൻ്റെ പേര് വെച്ചിട്ട് ഞാൻ ഇവിടെ ഇറങ്ങി പോകുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് അമ്മ അസോസിയേഷനിലേക്കും ഫെഫ്കയിലേക്കും ഫോൺ വിളിച്ച് ചോദിക്കാം ഇങ്ങനത്തെ പരിപാടി ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഞാൻ ഇപ്പോഴും പറയാണ്, യു ക്യാൻ ക്രോസ് ചെക്ക് റൈറ്റ് നൗ. ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളുടെ വളരെ സാർ, നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഒരു ഫോൺ കോളൊക്കെ ഹൈദർ സാർ നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു, ഒരു പോലീസ് ഓഫീസറിൻ്റെ വോയിസൊക്കെ പുറത്തു വിട്ടു. അങ്ങനെ പുറത്തു വിടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ന് എനിക്ക് ബെയിൽ പോലും എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഈ കേസിൽ. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ വീഡിയോയിൽ എല്ലാവരും പലതും കണ്ടു കാണും. ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു വിഷയം പോലും അറിയാതെ ഇങ്ങനെ അതൊരു പോലീസ് ഓഫീസർ ആയിരുന്നു എന്ന് പോലും എനിക്ക് സംശയമുണ്ട് ഇപ്പോൾ. ബിക്കോസ് അങ്ങനെ ഒരു പോലീസ് ഓഫീസർ ആണെങ്കിൽ ഇല്ലാത്ത കാര്യം ഇവിടുന്ന് കണ്ടു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ബിക്കോസ് എൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഈ കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിയുന്ന കഥ ഞാൻ നേരത്തെ പറഞ്ഞത്. ചെയ്ത കാര്യം സമ്മതിക്കാൻ എനിക്കൊരു മടിയില്ല. ഒരു ബേസിക് റീസർച്ച് എന്നൊരു സാധനം ഉണ്ടല്ലോ, ദാറ്റ് ഈസ് നിങ്ങൾ ഒരു വ്യക്തിനെ ഇങ്ങനെ പബ്ലിക്കലി കില്ല് ചെയ്യുന്ന രീതിയിൽ എനിക്ക് മനസ്സിലായില്ല. ബിക്കോസ് എനിക്ക് നിങ്ങളിൽ നിന്ന് ചെറിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പുള്ളി ഫെഫ്കയിൽ മെമ്പർ പോലും അല്ല. ഒരു ബേസിക് റീസർച്ചിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഇൻ്റർവ്യൂസിലും ഫെഫ്കയിൽ മെമ്പറാണെന്ന് പറയുന്ന ബ്ലേറ്റൻ്റ്ലി നുണ പറയുന്ന ഒരാളുടെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ എനിക്കറിയില്ല. എനിക്ക് നടനെ വിളിക്കേണ്ടി വന്നു. ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാത്ത ആളാണ്. ഞാനിപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 2 ദിവസത്തിൽ ഈ പറയുന്ന ആൾക്കാർ എല്ലാവരും വന്നിട്ട് ഇതിൻ്റെ സത്യാവസ്ഥകൾ പറയും, എന്നെ ഇതിൽ നിന്ന് പുറത്താക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. ബിക്കോസ് ഇവരെല്ലാവരും എൻ്റെ ഒരു പോയിന്റിൽ വളരെയധികം അടുത്തുള്ള ഫ്രണ്ട്സ് ആയിരുന്നു. ഇതാരും ചെയ്യാത്തതുകൊണ്ടും ഇതിൽ കേസ് എന്താണെന്ന് ബിക്കോസ് നിങ്ങളെല്ലാവരും എടുക്കുന്ന ന്യൂസ് തന്നെയാണ് ഞാനും കേട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒറ്റ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഞാൻ ഇയാളെ തൊട്ടിട്ടില്ല. സംസാരം ഉണ്ടായിട്ടുണ്ട്. സംസാരം വളരെ ഇമോഷണലായിരുന്നു. ഞാൻ വളരെ വിഷമത്തിലായിരുന്നു. അവിടെ നിൽക്കുന്ന ആൾ പോലീസിൻ്റെ അടുത്ത് മൊഴിയും കൊടുത്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഒരാളെ ജസ്റ്റ് മേ ബി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു ആളായതുകൊണ്ടും PR ചെയ്യുന്ന ഒരു ആൾ, നിങ്ങളെല്ലാവരും PR ഏജൻസീസും റിപ്പോർട്ടിങ്ങും എല്ലാം ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണോ ഇങ്ങനെ ഞാൻ ഉണ്ണിമുകുന്ദൻ ഇങ്ങനൊരു വ്യക്തിയാണ്. ഞാൻ ഉണ്ണിമുകുന്ദനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പുള്ളി ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ സ്വഭാവത്തിൻ്റെ പ്രശ്നം എന്താണ്? എൻ്റെ സ്വഭാവത്തിൻ്റെ പ്രശ്നം ഞാൻ ആരോട് എന്ത് ചെയ്തു എന്നാണ് ഈ പറയുന്നത്. എൻ്റെ വ്യക്തി ജീവിതത്തിൽ കണ്ടില്ലേ, ഉണ്ണിമുകുന്ദൻ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം അയാളുടെ ആ കണ്ണുകളിൽ ആ സത്യമുണ്ട്, അല്ലെങ്കിൽ അയാളുടെ ആ കണ്ണുകളിൽ ആ ബുദ്ധിമുട്ടും വിഷമവും എല്ലാം ഉണ്ട്. ഒരു വ്യക്തിയെ ഇത്രമാത്രം വലിച്ചിഴക്കിയ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഒരു മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാനോ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൽ തന്നെ മർദ്ദിച്ചു എന്നുള്ളൊരു കേസുമായിട്ട് പോയി കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അതിനിടയ്ക്ക് കുറച്ച് എരിവും പുളിയും കൂടെ ചേർത്താലേ മാധ്യമങ്ങൾക്കത് കൊട്ടിഘോഷിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ പറയുന്ന സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ, ഒരു കോളുകളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ, 2 വ്യക്തികൾ തമ്മിൽ ഒരു സ്പർദ്ധ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്ത് വേണം, അതിൽ ഇവരുടെ ഒപ്പം നിൽക്കുന്ന ആളുകൾ, അതിന് താഴെ നിൽക്കുന്ന അല്ലെങ്കിൽ ഉയർന്നു നിൽക്കുന്ന ആളുകളെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാലിനെ വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഉണ്ണിമുകുന്ദനൊന്നും സംഭവിക്കാനില്ല, അവർക്കൊന്നും സംഭവിക്കാനില്ല. പക്ഷേ 2 പേരും ഒരേ ലെവലിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കിടയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഒരു നല്ലൊരു കൂട്ടുകെട്ടാണെങ്കിൽ അവർക്കിടയിൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവും. അതും PR മാനേജറാണ് പറയുന്നത്, കൂടെ നടക്കുന്ന ആളാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഈ വിപിൻ കുമാർ പറഞ്ഞത്, തന്തയുണ്ടോ നിനക്ക്? തന്തയില്ലായ്മ പറയുകയും എന്നിട്ട് അതിനെ അങ്ങ് പറയുകയാണ്, എൻ്റെ തെളിവുണ്ട് ഉണ്ണിമുകുന്ദൻ തല്ലിയെന്ന്. എവിടെ CCTV?
ഏതൊരു പാർക്കിംഗ് ഏരിയയിലാണെങ്കിലും CCTV ഉണ്ട്. റോഡിൽ മുക്കിന് CCTV എന്ന് പറയുന്ന പോലെ പാർക്കിംഗ് ഏരിയയിൽ CCTV കാണും. അവിടെ ഒന്നും നിന്നെ തല്ലിയെന്നുള്ള തെളിവുകളില്ല. എന്നിട്ട് നീ പറയാണ് ഉണ്ണിമുകുന്ദൻ തല്ലി, എൻ്റെ കണ്ണട ചവിട്ടി വലിച്ച് പൊട്ടിച്ചു. അത് മാത്രം സത്യമാണ്, ബാക്കി എന്തൊക്കെ സത്യമാണെന്നുള്ള അറിയില്ല. ആർക്കോ വേണ്ടിയിട്ട് അടിമപ്പണി എടുക്കുന്ന വിപിൻ കുമാറെ, നാണം ഉണ്ടോ നിനക്ക്? ഒരു സത്യമൊക്കെ പറഞ്ഞ് ജീവിക്കടാ വല്ലപ്പോഴും. ആണുങ്ങളായ ആണത്തം വേണം. ഉണ്ണിമുകുന്ദൻ വന്ന് പറയുന്നത് കണ്ടില്ലേ, ഹൈദരലിക്കുള്ളത് ഹൈദരലിക്ക് കൊടുത്തു, അതേപോലെ പറയാനുള്ളവരുടെ ഇതെല്ലാം മറുപടിയും കൊടുത്തു. അപ്പോൾ അതുപോലുള്ള ആണത്തം വേണം. ഇത് ആണും പെണ്ണും കെട്ട വർഗ്ഗമായി പോയല്ലോടാ നീ. അവൻ്റെ കൂടെ നിന്ന് അവൻ്റെ കാശിന് ചോറും തിന്നിട്ട് മാറി നിന്ന് കുറ്റം പറയുന്ന നായിൻ്റെ മോനല്ലേടാ വിപിൻ കുമാറെ നീ. കഷ്ടം തന്നെടാ നിന്റെ കാര്യം. നിന്നെപ്പറ്റി ഒരുപാട് പരാതികളുണ്ടെന്നൊക്കെ ഉണ്ണിമുകുന്ദനും പറയുന്നത് അതിന് മുമ്പ് ന്യൂസുകളിലും കണ്ടിട്ടുണ്ട്. സ്ത്രീകളുടെ അടുത്ത് മോശമായിട്ട് പരാമർശം ചെയ്തു, അല്ലെങ്കിൽ മോശമായിട്ട് സംസാരിച്ചു, അതിൻ്റെ പേരിലൊക്കെ കേസുകളുണ്ട്. ഈ ടൊവിനോ ചാടിച്ച് വിട്ടു എന്നൊക്കെ ഞാൻ എവിടെയൊക്കെ കണ്ടായിരുന്നു ന്യൂസിലേക്ക്. പക്ഷേ എന്നിട്ടും ഉണ്ണിമുകുന്ദനെ കൂടി അങ്ങ് അയാളുടെ പേഴ്സണൽ ലൈഫിലൂടെ കയറിയിട്ട് അയാളെ അങ്ങ് അറ്റാക്ക് ചെയ്യുക. അയാൾ അടിച്ചത് പോരാഞ്ഞിട്ട് ഉണ്ണിമുകുന്ദൻ്റെ കൂടെ ആരും നിൽക്കാത്ത എന്തുകൊണ്ടാണ്? ഉണ്ണിമുകുന്ദന് പടമില്ലാത്തതുകൊണ്ട് ഭയങ്കര ഫ്രസ്ട്രേഷനാണെന്ന്. അയാൾക്ക് പടമില്ലെങ്കിൽ എന്താ, മാർക്കോ എന്ന് പറയുന്ന സിനിമ ഇൻഡസ്ട്രിയിലടക്കം, അല്ലെങ്കിൽ ആ ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തിയിലാണെങ്കിലും, ആ ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തിയെ നെഗറ്റീവായിട്ട് കാണുന്ന ആളുകളുടെ മനസ്സിലാണെങ്കിലും നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും നെഗറ്റീവ് പറയുന്ന അല്ലെങ്കിൽ വെറുക്കപ്പെട്ടവരെ കൊണ്ട് ഇഷ്ടപ്പെടിപ്പിച്ച ഒരു നടൻ കൂടിയാണ് ഉണ്ണിമുകുന്ദൻ. അയാൾ വലിയൊരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ സിനിമാ നടന്മാരുടെ മകനായിട്ട് ഉയർന്നു വന്നൊരു വ്യക്തിയൊന്നുമല്ല. ഒരു കൂലിപ്പണിക്കാരനായ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനായ ഒരു അച്ഛൻ്റെ മകൻ, ആ മകൻ ഉണ്ടാക്കിയെടുത്തൊരു സ്റ്റാർഡം, ആ ഉണ്ണിമുകുന്ദൻ, ആ മസിലളിയൻ അല്ലെ മസിൽമാൻ എന്നൊക്കെ നമ്മൾ കേരളത്തിലെ മലയാളികളൊക്കെ വിശ്വസിക്കുന്ന അല്ലെ വിളിക്കുന്ന ആള്, അയാൾ ഉണ്ടാക്കിയെടുത്ത, അയാളുടെ സ്വന്തമായിട്ട് അയാൾ ഉണ്ടാക്കിയെടുത്തൊരു സാമ്രാജ്യമാണ്. അതിൽ കയറിയിട്ട് ഈ പറയുന്ന ആരെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ ഈ പ്രസ്താവനകൾ നടത്തുന്നത് നാണമില്ലാത്ത പരിപാടി തന്നെയാണ്. എന്തായാലും വിപിൻ കുമാറിനുള്ള പണി കിട്ടും. മാനനഷ്ടത്തിന് ഉണ്ണിമുകുന്ദൻ കേസ് കൊടുത്തു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഉണ്ണിമുകുന്ദനെതിരെ വിപിൻ കുമാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിരുന്നോ എന്നുള്ളത് നമുക്കിനി കാണാം. ഉണ്ണിമുകുന്ദൻ എന്തായാലും പറയാനുള്ളത് പറഞ്ഞു. അയാളുടെ നിലപാടിൽ അയാൾ ഉറച്ചു നിൽക്കുന്നു. അയാൾ പറയുന്ന കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അയാളുടെ ഭാഗത്ത് തെറ്റുകളില്ലാന്ന്. ഇനി തെറ്റുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇവന് രണ്ടെണ്ണം കിട്ടേണ്ടവൻ തന്നെയാണ്. ഈ മാറി നിന്നിട്ട് അപ്പം കാണുന്നതിന് അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവമുള്ളവനൊക്കെ രണ്ടടി കിട്ടണം. അത് കിട്ടിയില്ലെങ്കിലേ ഇങ്ങനത്തെ ഈ പറയുന്ന തന്തയില്ലായ്മ കാണിച്ച് പറഞ്ഞുകൊണ്ട് നടക്കും. കഷ്ടം തന്നെ.